വർക്ക് അറ്റ് ഹോം ആയാലും വർക്ക് അറ്റ് സ്റ്റുഡിയോ ആയാലും സിസ്റ്റത്തിൽ നിന്നും കണ്ണെടുക്കാതെ ദിയയിരിക്കും. മുഖത്ത് പാട് വരികയോ കണ്ണിന് ക്ഷീണമോ തോന്നില്ല. ജെസൽ ഒപ്റ്റിക്കൽസിന്റെ അൺലിമിറ്റഡ് ഫ്രെയിമുകളിൽ നിന്നും മുഖത്തിന് അനുയോജ്യമായ കണ്ണടയാണ് ദിയ തിരഞ്ഞെടുത്തിരിക്കുന്നത്. തിരഞ്ഞെടുക്കാൻ യഥേഷ്ട മോഡലുകൾ, എല്ലാ പ്രമുഖ ബ്രാൻഡഡ് ലെൻസുകളുടെയും ഫ്രെയിമുകളുടെയും അതിശയിപ്പിക്കുന്ന കളക്ഷൻസ്, ഏറ്റവും കുറഞ്ഞ വില, മികച്ച വിൽപ്പനാനന്തര സേവനം. ജെസൽ ഒപ്റ്റിക്കൽസ്, ഓപ്പോസിറ്റ് TB ഹോസ്പിറ്റൽ, കരിവേലിപ്പടി, കൊച്ചി. മലയാറ്റൂർ ഇല്ലിത്തോടിൽ അനധികൃത പന്നി ഫാം പ്രവർത്തിക്കുന്നതായി പരാതി. മലയാറ്റൂർ ഇല്ലിത്തോട് 1-ാം ബ്ലോക്കിൽ 4 വർഷമായി അനധികൃതമായി ഫാം പ്രവർത്തിച്ചു വരുന്നതായി പരാതി. AYF പ്രവർത്തകരും നാട്ടുകാരും ഇടപെട്ടതിനെ തുടർന്ന് താൽക്കാലികമായി പൂട്ടി. നാട്ടുകാരുടെ നിരന്തരമായ പരാതിയിൽ പഞ്ചായത്തോ മറ്റധികൃതരോ നടപടികൾ സ്വീകരിച്ചില്ലെന്നും ആക്ഷേപമുണ്ടായിരുന്നു. ഇതേ തുടർന്നാണ് AYF പ്രവർത്തകർ സംഭവ സ്ഥലത്തെത്തുകയും മേഖലാ സെക്രട്ടറി അനിൽ ബാബു കാലടി CIയെ വിവരമറിയിക്കുകയും ചെയ്തത്. തുടർന്ന് CI സ്ഥലം സന്ദർശിക്കുകയും 1 ദിവസത്തിനുള്ളിൽ മുഴുവൻ മാലിന്യങ്ങൾ നീക്കം ചെയ്യാൻ ആവശ്യപ്പെടുകയും ചെയ്തു. ലൈസൻസ്, സാനിറ്ററി സർട്ടിഫിക്കറ്റ്, ഹെൽത്ത് കാർഡ് ഒന്നുമില്ലാതെയാണ് ഫാം നടത്തിയിരുന്നതെന്നാണ് പറയുന്നത്. ഇപ്പൊ വന്ന് തൂമ്പയോണ്ട് നിന്റെ ബായിന് വിട്ടാ ബ്ലോക്ക് ചെയ്യുന്നേ. അതെങ്ങനെ തുറന്നു വിടാനല്ലേ ശ്രമിക്കണേ ഇപ്പോഴും. ഇവിടെ ഒരു പന്നി ഫാം അനധികൃതമായിട്ട് പന്നി ഫാം പ്രവർത്തിക്കേണ്ടെന്ന് അറിഞ്ഞിട്ടാണ് ഇവിടേക്ക് കടന്നു വരുന്നത്. ഇവിടെ വന്ന് കണ്ടപ്പോൾ പ്രകൃതിക്കും ജനങ്ങൾക്കും എല്ലാം ദൂഷ്യം ചെയ്യുന്ന രീതിയിലാണ് ഇവിടെ ഈ ഫാം പ്രവർത്തിക്കുന്നത്. ഒരു വ്യവസായം ചെയ്യണതിന് ഞങ്ങളെതിരല്ല, പക്ഷേ ജനങ്ങളെ ദ്രോഹിച്ചുകൊണ്ട്, ജനങ്ങളെ മാരകമായ രോഗങ്ങളിലേക്ക് തള്ളിവിട്ടുകൊണ്ട് ഒരു വ്യവസായം ചെയ്യുന്നതിന് ശക്തമായ എതിർപ്പും നാട്ടുകാരുടെ ഒപ്പം നിന്നുകൊണ്ട് ആ പ്രക്ഷോഭത്തിൽ പങ്കെടുക്കും എന്നുള്ളത് ഉറപ്പായ ഇതാണ്. ഇത്രയും ഈ മലയാറ്റൂർ നീലീശ്വരം പഞ്ചായത്തിൽ പന്നിപ്പനി പോലെയുള്ള സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഈ ഫാം നടത്തുന്ന അല്ലെങ്കിൽ ഇത് ലൈസൻസ് ഇല്ല എന്നാണ് ഞങ്ങൾ അറിഞ്ഞിരിക്കുന്നത്. ഇതിനെതിരെ ശബ്ദമുയർത്തിയപ്പോഴാണ് പഞ്ചായത്ത് മെമ്പർ അടക്കം ഇവിടെ എത്തുന്നത്. അത് ഇവിടുത്തെ ജനങ്ങളുടെ വെല്ലുവിളിയാണ്. കാരണം പലതും ഇവിടെ നടക്കുന്നുണ്ട്. ഇപ്പോൾ പശക്കമ്പനി, അത് ദീർഘകാലം നമ്മുടെ ശരീരത്തെ കാർന്നു തിന്നുന്ന, നമ്മുടെ കണ്ണൂർ പോലുള്ള സ്ഥലത്ത് ജനിക്കുന്ന കുട്ടികൾ വികലാംഗരായും ഗർഭിണികൾ ഗർഭാലസി പോകുന്നൊക്കെ ഉള്ള വാർത്ത നമുക്ക് കേൾക്കുന്നതാണ്. ആ സാധനം തന്നെയാണ്, അതിന്റെ ഉൽപ്പന്നങ്ങൾ തന്നെയാണ് ഇവിടെ ഉണ്ടാക്കുന്നത്, പശക്കമ്പനി എന്ന് പറയുന്നത്. ചൊവ്വാഴ്ച പഞ്ചായത്ത് പ്രസിഡന്റും ഹെൽത്ത് ഇൻസ്പെക്ടറും വാർഡ് മെമ്പർ അടക്കം സ്ഥലം സന്ദർശിച്ചിരുന്നു. മുഴുവൻ മാലിന്യങ്ങളും നീക്കം ചെയ്യാൻ ഫാം ഉടമ സാവകാശം ചോദിച്ചതിനെ തുടർന്ന് ജൂലൈ 20 മുൻപ് മുഴുവൻ മാലിന്യങ്ങളും നീക്കം ചെയ്യണമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് അറിയിച്ചിട്ടുണ്ട്. തോട്ടിലൂടെ ഒഴുകിയെത്തുന്ന ഫാം മാലിന്യങ്ങൾ നാട്ടുകാർക്ക് പല ശാരീരിക പ്രശ്നങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നതായി നാട്ടുകാർ ആരോപിച്ചു. പ്ലാസ്റ്റിക് മാലിന്യങ്ങളുടെ കൂമ്പാരമാണ് ഇവിടം. 100-ലധികം പന്നികളെയും പോത്തുകളെയും വൃത്തിഹീനമായ അന്തരീക്ഷത്തിൽ വളർത്തിയിരുന്നു എന്നും പരാതിയുണ്ട്. കൂടാതെ ഈ മാലിന്യങ്ങൾ നിക്ഷേപിച്ചിരുന്നത് തൊട്ടുചേർന്ന് പ്രവർത്തനം നിലച്ച വെള്ളം കെട്ടി നിൽക്കുന്ന പാറമടയിലേക്കായിരുന്നെന്നും പറയുന്നു. ഇത്രയും വർഷക്കാലം അനധികൃതമായി പ്രവർത്തനം നടന്നുവന്ന ഫാമിനെ കുറിച്ച് വാർഡ് മെമ്പറോ മലയാറ്റൂർ നീലീശ്വരം പഞ്ചായത്ത് ഭരണസമിതിക്കോ അറിവില്ല എന്നത് പച്ചക്കള്ളമാണെന്നും പൊതുജനം എല്ലാം കാണുന്നുണ്ടെന്നും പഞ്ചായത്തിന്റെ ഒത്താശ അവർക്കുണ്ടായിരുന്നുവെന്നും CPI ലോക്കൽ കമ്മിറ്റി ആരോപിച്ചു. ന്യൂസ് ബ്യൂറോ, കാലടി.